എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. സോഷ്യൽ മീഡിയ അമിതമായി ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മാനസികമായി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം, അങ്ങനെ വരുന്ന ബുദ്ധിമുട്ടുകളെ ഒരു പരിധിവരെ എങ്ങനെ ഓവർകം ചെയ്യാം, ചെറുക്കാം എന്നുള്ള വിഷയങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോ പൂർണ്ണമായും കാണുക. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. സോഷ്യൽ മീഡിയ ഇക്കാലത്ത് വളരെയധികം ഉപകാരപ്രദമാണ്. അത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരുപാട് നല്ല വശങ്ങൾ സോഷ്യൽ മീഡിയയ്ക്കുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് മുതലായ ആപ്ലിക്കേഷൻസുകളും മുതലായ പോർട്ടലുകളും കൂടെ യൂട്യൂബ് പോലെയുള്ള വീഡിയോ പോർട്ടലുകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വരുന്നതാണ്. ഈ സോഷ്യൽ മീഡിയ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നോളജ് ലഭിക്കുന്നു, നല്ല നല്ല അറിവുകൾ ലഭിക്കുന്നു. നമ്മുടെ കൂടെ പഠിച്ച ആളുകളോ പണ്ട് കണ്ടതിന് ശേഷം മറന്നുപോയ ആളുകളോ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുമായി നമുക്ക് വീണ്ടും ഫ്രണ്ട്ഷിപ്പ് പുതുക്കാനുള്ള സാഹചര്യം വരുന്നു. അതിനോടനുബന്ധിച്ച് പുതിയ പുതിയ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ നമുക്ക് സൗകര്യം ഒത്തുവരുന്നു. സോഷ്യൽ മീഡിയ പല കല്യാണങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പല രീതിയിൽ പലരെയും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് നല്ല വശങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉള്ളപ്പോഴും അതിൻ്റെ ചില മാനസികാരോഗ്യ വശങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ കുറയ്ക്കണം എന്ന് പറയുന്നതിന് മുമ്പായി സോഷ്യൽ മീഡിയ കൊണ്ട് നമുക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് ചെറിയ ഒരു സൂചന തരുവാൻ ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നു. ഏറ്റവും പ്രധാനമായി നമ്മുടെ സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് കോൺഫിഡൻസ്, ആത്മാഭിമാനവും ആത്മവിശ്വാസവും, ഇത് രണ്ടും ഒരു പരിധിവരെ കുറയുവാൻ ഈ സോഷ്യൽ മീഡിയ കാരണമാവും എന്ന് പറയാതിരിക്കാൻ വയ്യ. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, നമുക്ക് അറിയാത്ത മറ്റാളുകൾ, നമ്മുടെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കൾ, ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ സ്വന്തം ഫോട്ടോസും അവർ പോയ സ്ഥലങ്ങൾ, പല പല വീഡിയോസ്, അവരെ കുറിച്ചിട്ടുള്ള വീഡിയോസ്, അവരിട്ടിരിക്കുന്ന ഡ്രസ്സിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള വീഡിയോസ്, അവരുടെ മക്കളുടെ വീഡിയോസ്, അവരുടെ വീടിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ചിത്രങ്ങൾ, ഇതെല്ലാം ധാരാളമായി ഈ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്യും. ഈ സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരുടെ ഇത്തരം പോസ്റ്റുകൾ കണ്ടാൽ ഒരു പരിധിവരെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ അസൂയയുണ്ടാകും എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഉണ്ടാവാറുണ്ട്, തീർച്ചയായും ഉണ്ടാവാറുണ്ട്. എനിക്കും അതുപോലെ എല്ലാം ചെയ്യണം എന്ന് കരുതുകയും അങ്ങനെ ഒന്ന് എനിക്ക് പറ്റില്ല എന്നുള്ള സാഹചര്യം വരുമ്പോഴും മറ്റുള്ളവരെ നമ്മൾ അസൂയയുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ തുടങ്ങുകയും ആ അസൂയ നമ്മുടെ ആത്മവിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും കുറയ്ക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ സോഷ്യൽ മീഡിയയിൽ പലരുമായും നമുക്ക് കൊമ്പ് കോർക്കേണ്ടതായിട്ട് വരാം. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളിലും എതിരഭിപ്രായം പറഞ്ഞ് മറ്റുള്ളവർ അതിൽ കമൻ്റ് ഇടാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോസ്റ്റുകളിൽ എതിരഭിപ്രായം പറഞ്ഞ് നമ്മൾ കമൻ്റ് ഇടാം. അങ്ങനെ വരുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ചെറിയ കൺഫ്രണ്ടേഷൻ, ഒരു വഴക്കിന് അവിടെ ഒരു സാധ്യത തെളിയുകയാണ്. ആ വഴക്ക് എവിടെയും എത്തില്ല, അതൊരു കൺക്ലൂഷനിൽ എത്താൻ പോകുന്നില്ല. പക്ഷെ നമ്മളെ അത് മാനസികമായി തളർത്തിക്കളയും, സ്ട്രെസ്ഡ് ആവും നമ്മൾ. അതുകൊണ്ട് ആ ദിവസം മറ്റ് പ്രക്രിയകളിലൊന്നും നമ്മുടെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുകയില്ല. ഈ രണ്ട് വശങ്ങൾ, ഒന്ന് നമ്മുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും കുറയ്ക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ ഫോക്കസ് കുറയ്ക്കുന്നു. രണ്ടാമതായി പറയാനുള്ളത്, മനുഷ്യരുമായ നമ്മുടെ കണക്ഷൻ വളരെയധികം കുറയുന്നു എന്നുള്ളതാണ്. നമുക്ക് ആകെപ്പാടെ ഒരു ദിവസത്തിൽ ലഭ്യമായിട്ടുള്ളത് 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂറിൽ 8 മണിക്കൂറോളം നമ്മൾ ഉറക്കത്തിനായി ചിലവഴിക്കുന്നു. പഠിക്കാനും അല്ലെങ്കിൽ ഓഫീസിൽ പോകാനും ആയി നമ്മൾ ഒരു 6 മണിക്കൂർ, 8ഉം 6ഉം 14 മണിക്കൂർ. ഭക്ഷണം കഴിക്കാൻ 1-1.5 മണിക്കൂർ ചിലവഴിക്കുന്നു, 15.5 മണിക്കൂർ. പിന്നെ ബാക്കിയുള്ള സമയമാണ് പലരും അവരുടെ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ സിനിമ കാണാനോ കളിക്കാനോ മറ്റുള്ളവരുമായി ഇടപഴകാനോ ഉപയോഗിക്കുന്നത്. ഈ മറ്റുള്ളവരുമായി ഇടപഴകാൻ നമ്മൾ ആക്ച്വലി ഉപയോഗിക്കേണ്ട സമയം ഈ 4-5 മണിക്കൂർ. ഈ സമയം നമ്മൾ മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്നാൽ ആക്ച്വലായി നമ്മൾ കാണേണ്ട റിയൽ പീപ്പിളിനെ, റിയൽ ആയിട്ടുള്ള ആളുകളെ നമ്മൾ കാണുന്നില്ല.
അവരുമായി ഇൻറ്ററാക്ട് ചെയ്യുന്നില്ല. ഇത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, നമ്മൾ കൂടുതൽ മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആയി പോകുന്നു. അതിനു പുറമെ റിയൽ ആളുകളുമായി ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില കെമിക്കൽസ്, നമ്മെ സന്തോഷിപ്പിക്കുന്ന, നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്ന ചില ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് വളരെയധികം കുറയുന്നു. റിയൽ ആളുകളുമായി ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ് കുറയുന്നു. സോഷ്യൽ സപ്പോർട്ട് കൊണ്ട് നമ്മുടെ സ്ട്രെസ് കുറയുന്നു. നമ്മൾ ഹാപ്പി ആവുന്നു. അതില്ലാതാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹാപ്പിനെസ് കുറയുന്നു. അതേപോലെ നമ്മുടെ സ്ട്രെസ് കൂടുന്നു. മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുമ്പോൾ പുറമേയുള്ള ആളുകളുമായി നമ്മുടെ സംസർഗം കുറയുമ്പോൾ നമ്മുടെ സന്തോഷം കുറയുന്നു, നമ്മുടെ സ്ട്രെസ് വർദ്ധിക്കുന്നു. മൂന്നാമത് നമ്മുടെ ഓർമ്മശക്തിയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പലപ്പോഴും അവിടെ തന്നെയുള്ള പല ഇൻഫർമേഷൻസും സംഘടിപ്പിക്കുന്നത്, നോളജ് സംഘടിപ്പിക്കുന്നത് സ്വന്തം മെമ്മറിയിൽ നിന്നുമല്ല, പകരം അതേ സോഷ്യൽ മീഡിയയിലൂടെയാണ് അല്ലെങ്കിൽ ഗൂഗിളിലൂടെയാണ് സെർച്ച് ചെയ്ത് നമ്മുടെ ഉത്തരങ്ങൾ, നമ്മുടെ ഓർമ്മകൾ പലപ്പോഴും തിരിച്ചു കൊണ്ടുവരികയാണ് പതിവ്. നമ്മൾ നമ്മുടെ മെമ്മറി ഉപയോഗിക്കുന്നത് വളരെയധികം കുറയുന്നു. ആ മെമ്മറി ഉപയോഗിക്കുന്നത് കുറഞ്ഞാൽ അത് നമ്മുടെ മെമ്മറി കപ്പാസിറ്റിനെ തന്നെ കുറയ്ക്കുന്നു. നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസ് കണക്ഷൻസിൻ്റെ ആക്ച്വൽ ഫയറിംഗ് കുറയുന്നു. നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ അത് ബാധിക്കുന്നു. സോഷ്യൽ മീഡിയ നമ്മുടെ മെമ്മറി കുറയ്ക്കുന്നു, ബ്രെയിൻ ഹെൽത്തിനെ ബാധിക്കുന്നു. അടുത്തതായി ഉറക്കം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ കൂടുതലായി ഉപയോഗിക്കുമ്പോൾ അതിൽ നമ്മുടെ മനസ്സ് അങ്ങേയറ്റം ആസക്തി ഉള്ളതായി മാറുകയും അഡിക്റ്റഡ് ആയി മാറുകയും അത് ഉറക്കത്തിനെ ബാധിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്, നമ്മൾ മുഖത്തിന് 4-5 ഇഞ്ച് മുന്നിലായി വെച്ചിരിക്കുന്ന ഈ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിലെ വെളിച്ചം കാരണം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ അളവ് കുറയുകയും അത് കാരണം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ നിന്നും മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഉറക്കം കുറയും. അടുത്തത് അറ്റൻഷൻ സ്പാൻ. നമ്മുടെ ശ്രദ്ധ, ഫോക്കസ്, കോൺസെൻട്രേഷൻ ഇത് കുറയുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പൊതുവെ ചെയ്യുന്നൊരു കാര്യമാണ്, മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ മുകളിലോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും, പുൾ ചെയ്തുകൊണ്ട് പോകും. ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ശ്രദ്ധ വളരെ കുറവായ സമയമേ ഉണ്ടാവുകയുള്ളൂ. കണ്ടിന്യൂസ് ആയി നമ്മൾ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ട്വിറ്റർ ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയിക്കോട്ടെ. നമ്മുടെ കൈകൾ സ്വൈപ്പിലാണ് കൂടുതൽ സമയം കണ്ടെത്തുന്നത്. ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ കോൺസെൻട്രേഷൻ കുറയുന്നു, ഫോക്കസ് കുറയുന്നു. ഇത് കണ്ടിന്യൂസ് ആയി നടക്കുമ്പോൾ അത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഫോക്കസിനെ തന്നെ കുറച്ച് കളയുന്നു. ഓർക്കുക, സോഷ്യൽ മീഡിയ നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കുന്നു. അടുത്തത് റിയലായ ചില മെന്റൽ പ്രോബ്ലംസ് ആണ്. ആങ്സൈറ്റി, ഡിപ്രഷൻ, ഹെൽത്ത് ആങ്സൈറ്റി, ദേഷ്യം, അനാവശ്യമായ ചൂടാവൽ, ഇവയെല്ലാം ഇതിൽ വരും. റെസ്റ്റ്ലെസ്നെസ്, നിങ്ങൾ അങ്ങേയറ്റം എരിപൊരി കൊള്ളുകയാണ്. സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും ഫാസ്റ്റാണ്, പല കാര്യങ്ങളും നിങ്ങളുടെ ചിന്തയ്ക്ക് അപ്പുറമാണ്, പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതാണ്, പലരെയും നിങ്ങൾക്ക് ഇഷ്ടമില്ല, പലരിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അഡിക്റ്റ് ആയി കഴിഞ്ഞ സ്ഥിതിക്ക് അതിൽ നിന്നൊന്നും നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റുകയില്ല. വീണ്ടും വീണ്ടും നിങ്ങളുടെ ആസക്തി നിങ്ങളെ സോഷ്യൽ മീഡിയയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നവും. അങ്ങേയറ്റം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച ഒരാൾക്ക് നെഗറ്റീവ് ചിന്തകൾ വരുന്നു, ആങ്സൈറ്റി വരുന്നു, ആങ്കർ, ദേഷ്യം വരുന്നു, പെട്ടെന്ന് ചൂടാവുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ അയാളുടെ നേരെ ചൂടാവാനുള്ള ഒരു ശ്രമം നടക്കുന്നു. പലപ്പോഴും അത് അഗ്രഷനായി മാറാം. ഈ അഗ്രഷൻ ആങ്സൈറ്റി ട്രിഗർ ചെയ്യുന്നു. ആങ്സൈറ്റി പിന്നീട് ഡിപ്രഷനായി മാറാം, നെഗറ്റീവ് ചിന്തകൾ വരാം. ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. ഇതിനു കൂടെ വേറൊരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ. ഈ സോഷ്യൽ മീഡിയയുടെ അകത്ത് തന്നെ പലരുമായും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പല പോസ്റ്റുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, പലരുടെയും പോസ്റ്റ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് പലരും മറ്റു പലർക്കും ഇഷ്ടപ്പെടില്ല. അവർ നിങ്ങളുടെ പോസ്റ്റുകളിൽ കമന്റ് ചെയ്യും,
നിങ്ങൾ അവരെ എതിർത്ത് സംസാരിക്കും. അങ്ങനെ അതിനകത്ത് തന്നെ ഒരു വഴക്ക് രൂപീകരിക്കപ്പെടും. ആ വഴക്ക് കാരണം നിങ്ങളുടെ മനസ്സിലെ സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ആങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ, ഹെൽത്ത് ആങ്സൈറ്റി, ആങ്കർ, ദേഷ്യം, അഗ്രഷൻ മുതലായ മാനസികമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കുറച്ചേ മതിയാകൂ. ഒരു ദിവസം 3 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചിരിക്കണം. എങ്ങനെ കുറയ്ക്കണം? ആദ്യമായ ഒരു ടാർഗറ്റ് വെക്കുക. നാളെ മുതൽ ഞാൻ ഈ 3 മണിക്കൂർ എന്നുള്ളത് 2.5 മണിക്കൂറായി ചുരുക്കും. ഒരു മാസം കഴിഞ്ഞ് വീണ്ടും അത് 2 മണിക്കൂറായി ചുരുക്കുന്നു. അടുത്തൊരു മാസത്തിൽ 1.5 മണിക്കൂറായി ചുരുക്കുന്നു. സോഷ്യൽ മീഡിയ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കരുത്. അതിൽ ഒരുപാട് നല്ല വശങ്ങളുണ്ട്. ആ നല്ല വശങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചേ മതിയാവും. പക്ഷെ അനാവശ്യമായ സോഷ്യൽ മീഡിയ ഉപയോഗം പാടെ കുറയ്ക്കുക. അതിനർത്ഥം മെല്ലെ മെല്ലെ കുറച്ചു കൊണ്ടുവരിക എന്നർത്ഥം. മെല്ലെ മെല്ലെ കുറച്ചു കൊണ്ടുവരിക എന്നർത്ഥം. രണ്ടാമത്, സോഷ്യൽ മീഡിയ കുറയ്ക്കാൻ റിയൽ ആളുകളുമായി കൂടുതൽ സമയം ചിലവാക്കുക. ഫ്രണ്ട്സിന്റെ കൂടെ സമയം കണ്ടെത്തുക. ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ സമയം കണ്ടെത്തുക. പുറമെ പോയി ഫ്രണ്ട്സിന്റെ കൂടെ കൂടുതൽ സമയം ചിലവാക്കിയാൽ ആ സമയത്ത് നിങ്ങളുടെ മൊബൈൽ ശ്രദ്ധിക്കാതിരിക്കുവാൻ ശ്രമിക്കുക. ഫ്രണ്ട്സ് ഉള്ളപ്പോൾ അവരുടെ കൂടെ സംസാരിക്കുക. മൊബൈൽ ഫോൺ മാറ്റിവെക്കുക. വീട്ടിൽ ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവരുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തുക. മൊബൈൽ ഫോൺ മാറ്റിവെക്കുക. ഇങ്ങനെ ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോൺസ് നിങ്ങളെ ഹാപ്പി ആക്കുകയും ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയുകയും ചെയ്യും. മൂന്നാമത് ഗ്രാറ്റിറ്റ്യൂഡാണ്. മറ്റുള്ളവർക്ക് നന്ദി പ്രകടിപ്പിക്കുക. നിങ്ങളെ സഹായിച്ചവർ, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ, നിങ്ങൾക്ക് പലപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും താങ്ങും തണലുമാകുന്നവർ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, എല്ലാവരെയും മനസ്സിൽ കൊണ്ടുവന്ന് അവർക്ക് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുക എന്നൊരു കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വളരെയധികം പോസിറ്റീവായ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നിങ്ങളുടെ ഈ മാനസികമായിട്ടുള്ള ഒരു പരിധിവരെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും ക്ലിയർ ചെയ്യാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്നുകൊണ്ട് സാധ്യമാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ധാരാളം വീഡിയോസ് ഉണ്ട്. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന് കുറവുണ്ടാവും. അടുത്ത പോയിന്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ശാരീരികമായി വ്യായാമം ചെയ്യുക. പുറത്തു പോയി കളിക്കുക. വീട്ടിനകത്ത് കളിക്കുക, പുറത്തു പോയി കളിക്കുക. ഇൻഡോർ ഗെയിംസോ ഔട്ട്ഡോർ ഗെയിംസോ, അതല്ല എന്നുണ്ടെങ്കിൽ ജിംനേഷ്യം എക്സസൈസോ സൈക്ലിങ്ങോ സ്വിമ്മിങ്ങോ എന്തും നിങ്ങൾക്ക് സ്വീകരിക്കാം. ഒരു ദിവസം 1 മണിക്കൂർ ശാരീരികമായി വ്യായാമം ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും എൻ്റർടൈൻമെൻറ്റിന് സമയം ചിലവാക്കുക. അതായത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത എൻ്റർടൈൻമെൻറ്റ്. ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്നതും TV-യിൽ നല്ല പ്രോഗ്രാംസ് കാണുന്നതും TV-യിൽ ഒരു സിനിമ കാണുന്നതും പുറമെ പോയി പുറം കാഴ്ചകൾ ആസ്വദിക്കുന്നതും ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നതും ട്രാവലിംഗ് പോകുന്നതും വെക്കേഷൻ എൻജോയ് ചെയ്യുന്നതും ഇതെല്ലാം എൻ്റർടൈൻമെൻറ്റിൽ വരും. ഏതെങ്കിലും രീതിയിൽ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും എൻ്റർടൈൻമെൻറ്റ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. 1 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റ്, 1 മണിക്കൂർ എക്സസൈസ്, ഇത് രണ്ടും ഒരു ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറയ്ക്കുവാൻ സാധിക്കും. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഹെൽത്തിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് ആ ഉപയോഗം കുറയ്ക്കുക തന്നെ വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.